വസല്ലം. ഹബീബിന്റെ സദസ്സിൽ വന്നുകൊണ്ട് ദീൻ പഠിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യൻ ഹബീബായ തങ്ങൾ പറഞ്ഞു തുമ്മിയാൽ ഒരു മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറയണം. അല്ലേ? അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞാൽ തശ്മീതുൽ ആതിസ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരെന്ത് പറയണം? യർഹമുക്കല്ലാ എന്ന് പറയൽ നിർബന്ധമാണ്. തുമ്മിയാൽ അൽഹംദുലില്ലാ പറയൽ സുന്നത്താണ്. പക്ഷെ അൽഹംദുലില്ലാ പറയുന്നത് കേട്ടാൽ യർഹമുക്കല്ലാ പറയൽ നിർബന്ധമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് വകവെച്ചു കൊടുത്ത 6 അവകാശങ്ങളിൽപ്പെട്ട ഒരു അവകാശം ഇതാണ്. അയാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കല്ലാഹ്, അല്ലാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയൽ നിർബന്ധമാണ്. നമ്മൾ പറയാറുണ്ടോ? അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? അൽഹംദുലില്ലാ എന്ന് തുമ്മിയാ പറയണ്ടേ? അത് കേൾക്കുന്നവരെന്തോ യർഹമുക്കല്ലാഹ്. വലിയൊരു ആലിമുണ്ട്, മഹാനായ ഇബ്നു ഖലഫുൽ ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ ഹംബലി മദ്ഹബിലെ വലിയൊരു പണ്ഡിതനാണ്. അൽ അല്ലാമത്തുൽ ബർബഹാരി. അദ്ദേഹം ബഗ്ദാദിൽ നിന്നൊരു തുമ്മൽ തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞതാ. ഇർഹമുക്കല്ലാ എന്ന് തൊട്ടടുത്ത കുറേ ആളുകളുണ്ട്, ശിഷ്യന്മാർ. ഒരക്കടെ ഇർഹമുക്കല്ലാ, അവ ബാക്കിലെല്ലാവരും പറഞ്ഞു, അപ്പോൾ അങ്ങാടിയിലെല്ലാവരും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയെന്ന ഈ ഇർഹമുക്കല്ലാ. അപ്പോൾ രാജാവ് ചോദിച്ചു, ആര് തുമ്മിയതായത് എന്ന് ചോദിച്ചു. മഹാനായ അല്ലാമ ഇബ്നു ഖലഫുൽ ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹി തുമ്മിയതായിരുന്നു. അങ്ങാടിയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് തുമ്മിയതാ. അങ്ങാടി വഴി രാജാവിൻ്റെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് എത്തി. സുബ്ഹാനല്ലാഹ്. ആളുകൾ ഇർഹമുക്കല്ലാ പറഞ്ഞിട്ട് ഇർഹമുക്കല്ലാ. അപ്പോൾ കേട്ടോല് അങ്ങ് പറയാ, ബേക്കോട്ട്. ഏതായിരുന്നാലും ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഒരു അഅറാബി നബി തങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി ചേരുകയാണ്. നിസ്കാരത്തിൽ സൊഫിന്റെ മധ്യത്തിലുണ്ട്, തങ്ങൾ ഇമാമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചു കൊണ്ടിരിക്കുക ഏതോ ഒരു മനുഷ്യൻ തുമ്മി. ഇയാൾ വിചാരിച്ചു തുമ്മിയാൾ എന്തായാലും അൽഹംദുലില്ലാ പറഞ്ഞു കാണുമല്ലോ. ഇവർ ഉറക്കെ പറഞ്ഞു റഹമുക്കല്ലാഹ്. അപ്പൊ അടുത്ത ആളൊരു കുത്തുകൊടുത്ത് മിണ്ടാണ്ടിരിക്കടോ എന്നല്ല സൂചന. ഇപ്പുറത്തെ ആളും പറഞ്ഞു മിണ്ടാണ്ടിരിക്കുക, നിസ്കാരത്തിൽ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. നിസ്കാരത്തിൽ തുമ്മൽ വന്നാൽ എന്ത് ചെയ്യും? മനസ്സിലാണ് അൽഹംദുലില്ലാ പറയേണ്ടത്. ബാത്റൂമൊന്നും അങ്ങനെയാണ്. ബാത്റൂമിൽ തുമ്മിയാൽ മനസ്സിൽ അൽഹംദുലില്ലാ പറയാൻ പാടുള്ളൂ. അവിടെ നിന്ന് ബാത്റൂം അത് ശുദ്ധിയുള്ള സ്ഥലമല്ല. അതുകൊണ്ട് അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളോ പ്രവാചകരുടെ നാമമോ ഒന്നും അവിടെ നിന്ന് പറയാൻ പാടില്ല. മുഖദ്ദസാത്തുകൾ, പവിത്രമായതൊന്നും അവിടെ നിന്ന് പറയാനോ അതിലേക്ക് കൊണ്ടുകൊടുക്കാനും പാടില്ല. അങ്ങനെയാണ്. അപ്പൊ ഈ മനുഷ്യൻ ഇർഹമുക്കല്ലാ പറഞ്ഞത് നിസ്കാരം ബാത്തിലായി അല്ലേ? അപ്പൊ ചില ആളുകളൊക്കെ മൂപ്പരെങ്ങനെ ഇടങ്ങനിട്ട് നോക്കുന്നത് മൂപ്പര് കണ്ടു. അപ്പൊ എന്താ നിങ്ങളൊക്കെ എന്നെങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു മൂപ്പര്. അപ്പൊ ആളുകൾ കാലിൽ തൊടയിലടിച്ചു മിണ്ടാണ്ടിരിക്കുന്നു സൂചിപ്പിക്കാൻ വേണ്ടി. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മനിൽ ഖാഇൽ, ആരാണ് ഈ റഹമുക്കല്ലാ പറഞ്ഞ് നിങ്ങളെന്തെന്നെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആളാരാന്ന്? ലിമ തുസവ്വിഫൂന നദറ ഇലൈ, ചോദിക്കുകയാണ്. നിങ്ങൾ എന്താ എല്ലാവരും എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുക? എന്താ, വൈ ഡു യു സ്റ്റെയർ അറ്റ് മീ? അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിത് കേൾക്കുക, നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ എന്ത് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വഹാബിമാരൊക്കെ ആകെ ദേഷ്യപ്പെട്ടു. ഇയാൾക്കത് അറിയില്ല, നിസ്കാരത്ത് പറയാൻ പാടില്ല. ഹബീബായ നബി തങ്ങൾ അരികത്തേക്ക് വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മര്യാദക്ക് പറഞ്ഞു കൊടുത്തു, ഈ നിസ്കാരം ഖുർആനും സൂറത്തും പിന്നെ ഓരോരോ റുക്കൂഇലും സുജൂദിലും ഇഅ്തിദാലിലും ജുലൂസിലുമൊക്കെ ചൊല്ലേണ്ട ദിക്റുകളെ പറയാവൂ. നിസ്കാരത്തിൽ ഇർഹമുക്കല്ലാഹ് പറയാൻ പാടില്ല, മറ്റു വർത്തമാനങ്ങൾ പാടില്ല എന്ന് പുണ്യനബി തങ്ങൾ മനോഹരമായി പറഞ്ഞു കൊടുത്തപ്പോൾ മസ്ജിദുൽ നബവിയുടെ പുറത്തേക്ക് വന്ന മനുഷ്യൻ പറഞ്ഞ വലിയൊരു സാക്ഷ്യമുണ്ട്. ഫവല്ലാഹ്, ബൈ ഗോഡ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു ഖബ്ലഹു വലാ ബഅദഹു ഖൈറൻ മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. I have never ever seen a teacher better than Muhammad sallallahu alaihi wasallam, neither before this incident nor after. ഈ സംഭവത്തിന്റെ മുമ്പോ ശേഷമോ പുണ്യ നബിയോളം നല്ല ഏറ്റവും നല്ല അധ്യാപകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഫവല്ലാഹി മാ ശതമനി, എൻ്റെ പ്രവാചകൻ എന്നെ ചീത്ത പറഞ്ഞില്ല. വമാ ഖഹറനി, എന്നോട് ഗൗരവത്തിൽ പെരുമാറിയില്ല. എനിക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി തന്നു. അറിവില്ലാത്തൊരു മനുഷ്യനെ അങ്ങ് ഇടങ്ങാറാക്കിയാൽ എന്ത് ചെയ്യും? പുണ്യനബി ഇത് ചെയ്തില്ല. യസ്സിറു, തങ്ങൾ പറയാറുണ്ട്, മേക്ക് തിങ്സ് ഈസി, ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം. വലാ തുഅസ്സിറു, ഡു നോട്ട് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട്, പ്രയാസമാക്കരുത്. ബശ്ശിറു വലാ തുനഫിറു, ജനങ്ങൾക്ക് നിങ്ങൾ സന്തോഷം